ഹായ് ഗൈസ്, എനിക്കറിയാം നമ്മൾ കുറച്ച് കാലമായി കണ്ടിട്ട്. എനിക്കൊന്ന് 2024 ശേഷം ഞാൻ ഈ ചാനലിനകത്ത് വീഡിയോയെ ഇട്ടിട്ടില്ല തോന്നുന്നു. കാരണം യൂട്യൂബ് ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ജനുവരി 4-ാം തീയതി. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബ് എല്ലാ മാസവും നമുക്കൊരു മെയിൽ അയക്കും. അതായത് നമ്മുടെ ചാനലിൻ്റെ പെർഫോമൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് അവർ മെയിൽ അയക്കും. അതായത് നമുക്കൊരു മാസം ഇത്ര സബ്സ്ക്രൈബേഴ്സിന് കിട്ടി, ഇത്ര തവണ നമ്മുടെ വീഡിയോസ് പ്ലേ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൽ അയക്കും. അപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് അതൊരു റിമൈൻഡർ ആയിരുന്നു. അതായത് അവർ പറയുന്നത്, നിങ്ങൾ കുറച്ച് കാലമായി ഈ ചാനലിനകത്ത് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ചാനൽ ഐഡിയലായിട്ട് കിടക്കണോണ്ട് നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ എടുത്ത് വെളിയിൽ കളയുമെന്ന് പറഞ്ഞിട്ട് അവരൊരു മെയിൽ അയച്ചു. സന്തോഷമായി. പിന്നെ എനിക്കിത്തിരി സമയം തന്നിട്ടുണ്ടായിരുന്നു. അതായത് 30 ദിവസത്തിനുള്ളിൽ വീഡിയോ ഒന്നും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ മോണിറ്റൈസേഷൻ എടുത്ത് കളയുന്നതായിരുന്നു പറഞ്ഞത്. എന്തായാലും ജനുവരി 4-ാം തീയതി കഴിഞ്ഞിട്ട് കുറെ മാർച്ച് ആയി. അപ്പോൾ 30 ദിവസമൊക്കെ എന്തായാലും കഴിഞ്ഞ്. അപ്പോൾ മോണിറ്റൈസേഷൻ എന്തായാലും ഇതിനോടകം കട്ടായിട്ടുണ്ടാവണം. പിന്നെ ഞാനിതൊരു ഹോബിയായിട്ട് ചെയ്യുന്നതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. എൻ്റെ ഒരു ഹോബിയാണ് ഇങ്ങനെ വീഡിയോസ് എടുത്ത് ചെയ്യാന്നുള്ളത്. So anyways, welcome back guys, welcome back to yet another video of Tech Talks. നമുക്ക് എന്തായാലും ഇൻട്രോ കഴിഞ്ഞിട്ട് വരാം. സോ ഇന്ന് നമ്മൾ ഐക്യൂൻ്റെ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള IQ Z9 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ഇതൊരു റിവ്യൂ ഒന്നുമല്ല, കാരണം റിവ്യൂ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ ഫോൺ നമുക്ക് കിട്ടണം, അതുപോലെ തന്നെ ആ ഫോൺ നമ്മൾ ഉപയോഗിക്കണം, എന്നിട്ടൊക്കെയാണ് നമുക്കൊരു റിവ്യൂ പറയാൻ പറ്റുള്ളൂ. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്മാർട്ട് ഫോൺ ഇറങ്ങുന്നു, അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ. സോ അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. സോ ഏതൊരാളും ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ പോകുമ്പോൾ ചെക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് അതിൻ്റെ പ്രൈസ്, ഇതിൻ്റെ പെർഫോമൻസ്, ബാറ്ററി, ക്യാമറ. സോ ഇത്രയും കാര്യങ്ങളിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫോക്കസ് കൊടുക്കാനും പോകുന്നത്. സോ IQ Z9 പറ്റിയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കൊല്ലങ്ങൾക്കൊക്കെ മുന്നേ നമുക്ക് ധാരാളം വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺസ് കിട്ടുന്നുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ റിയൽമിയുടെ ചില സ്മാർട്ട് ഫോൺസ്, അതുപോലെ റെഡ്മീൻ്റെ ചില സ്മാർട്ട് ഫോൺസ് ഒരു 15,000-20,000 രൂപേൻ്റെ ഇടയിൽ അത്യാവശ്യം നന്നായി ഗെയിം കളിക്കാനും അത്യാവശ്യം നന്നായിട്ട് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനും പറ്റുന്ന, നല്ല ക്യാമറയുള്ള, നല്ല ബാറ്ററി തരുന്ന, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് നമുക്ക് കിട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കൊറോണയ്ക്കൊക്കെ ശേഷം 20,000 രൂപയുടെ താഴെ നല്ല സ്മാർട്ട് ഫോൺസ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ഉണ്ടാവും. ചില സ്മാർട്ട് ഫോൺ ഉണ്ടാവും, ഇപ്പോൾ ഗെയിം കളിക്കാനായിട്ട് അത്യാവശ്യം നല്ലൊരു പ്രൊസസ്സർ മാത്രമുള്ളൊരു സ്മാർട്ട് ഫോൺ ഉണ്ടാവും, പക്ഷേ അതിന് വേറെ കുറേ ഡീമെറിറ്റ്സ് ഉണ്ടാവും. അതുപോലെ ക്യാമറ അത്യാവശ്യം നല്ലതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് അത്യാവശ്യം ഗെയിം കളിക്കാൻ പറ്റുന്ന കേപ്പബിലിറ്റി കുറവായി. സോ ഏതെങ്കിലും ഒരു കാര്യം കോംപ്രമൈസ് ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോൺസാണ് അധികം ഇന്ന് 20,000 രൂപയ്ക്ക് താഴെ ഇറക്കുന്നത്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ IQ Z9 കണ്ട സമയത്ത് തന്നെ മനസ്സിലേക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡീസൻറ്റ് വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോണായിട്ട് എനിക്ക് തോന്നി. ഒരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി സ്മാർട്ട് ഫോണൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ ഫീച്ചേഴ്സ് കണ്ട സമയത്ത് എനിക്ക് ഇങ്ങനെയാണ്. അതായത് ഒരു ഡീസൻറ്റ് വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ. സോ ഇതിൻ്റെ ഡിസൈൻ നോക്കുന്ന സമയത്ത് ഞാൻ ഡിസൈനിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ കളർ, അതുപോലെ എത്രത്തോളം ഭംഗിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. സോ അത് ഓരോ പേഴ്സൺ ടു പേഴ്സൺ അത് വാരി ചെയ്തുകൊണ്ടിരിക്കും. എനിക്കൊരു ഫോൺ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അതുപോലെ തന്നെ തോന്നണമെന്നില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ അത് അത്ര നല്ല ഫോണായിട്ട് തോന്നില്ല. സോ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ ഓവറോൾ ഡിമെൻഷൻസ്, ഫോം ഫാക്ടർ, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ഞാൻ ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ ഡിസൈനിനെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തൊരു ഹൈബ്രിഡ് സിം സ്ലോട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് എ ഗ്രേറ്റ് തിങ്. കാരണം ഇന്ന് നമുക്ക് 128 GB ഇൻറ്റേർണൽ മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം അതൊക്കെ ചടപടാന്ന് പറയുമ്പോഴേക്കും തീരും. അതുപോലെ തന്നെ ക്ലൗഡ് സ്റ്റോറേജിന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട അവസ്ഥയാണ്. സോ ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. അഗെയിൻ 1 TB വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റ് എ ടൈം നമുക്ക് 2 സിം കാർഡ് ഇടാം, അല്ലെങ്കിൽ ഒരു സിം കാർഡ് പ്ലസ് ഒരു മെമ്മറി കാർഡ്. 2 സിം കാർഡ് ഇടുമ്പോൾ നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല, അത് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 6.67 ഇഞ്ചാണ്. വലിയൊരു ഫോണൊന്നുമല്ല, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സ്മാർട്ട് ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ 91% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. ബെസൽസ് തീരെ ചെറുതല്ല, എന്നാലും 91% സ്ക്രീൻ ടു ബോഡി റേഷ്യോ കൺസിഡറിങ് ദ പ്രൈസ്, ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഒരു 6.7 ഇഞ്ചിൻ്റെ 120 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഫുൾ HD+ AMOLED പാനലാണ് വരുന്നത്, ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഒന്നും ഇപ്പോൾ അത്ര യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഏകദേശം ഈ പ്രൈസ് റേഞ്ച് വരുന്ന എല്ലാ ഫോണിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് 120 Hz AMOLED പാനൽ എന്നുള്ളത്. സോ അതെല്ലാ ഫോണുകളിൽ പോലെ തന്നെ ഈ ഫോണിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററിനെ പറ്റി സംസാരിക്കാം. ബാറ്ററിനെ പറ്റി സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി, അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫാസ്റ്റ് ചാർജിങ്ങിനെ പറ്റി പറയുന്ന സമയത്ത് അവർ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓൾസോ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ഇതിൻ്റെ ഒപ്പം തരുന്നുണ്ടെങ്കിലും 5000 mAh ബാറ്ററി ആയതുകൊണ്ട് തന്നെ സാധാരണ ഒരു സ്മാർട്ട് ഫോൺ, ഒരു ഫാസ്റ്റ് ചാർജിങ് സ്മാർട്ട് ഫോൺ ഫുൾ ചാർജ് ആവാൻ എടുക്കുന്നതിനേക്കാളും കുറച്ചധികം സമയം ഈ ഒരു ഫോൺ എടുത്തുനിന്ന് വരും. കാരണം 5000 mAh ബാറ്ററിയാണ്. അതുപോലെ തന്നെ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങേ ഉള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 65 വാട്ടോ അല്ലെങ്കിൽ ഒരു 90 വാട്ടൊക്കെ വേണമെങ്കിൽ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യായിരുന്നു. ബട്ട് സ്റ്റിൽ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഇവർ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
കാരണം ഞാനിത് പറയാൻ കാരണം പറഞ്ഞില്ല, ഇന്നിറങ്ങുന്ന പല സ്മാർട്ട് ഫോണും ചാർജർ നമുക്ക് തരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ സാംസങ്ങിൻ്റെയൊക്കെ ഫാസ്റ്റ് ചാർജിങ്ങിനെ പറ്റിയിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എത്രത്തോളം നമുക്ക് സ്പീഡിൽ സാംസങ് ഒക്കെ ചാർജ് ആവുന്നുള്ളത് കണ്ടറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയാത്തത്. എന്നാലും 5000 mAh ഒരു ബാറ്ററി ആയതുകൊണ്ട് കുറച്ചധികം സമയം കൂടുതലെടുക്കും. സോ അതാണ് ബാറ്ററിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ എല്ലാവരും നോക്കുന്ന ഒരു സംഭവം, അതായത് ഇതിൻ്റെ പെർഫോമൻസ്. കാരണം ഇന്ന് കുറേ പേരും ഗെയിമൊക്കെ അത്യാവശ്യം കളിക്കുന്ന ആൾക്കാരാണ്, അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സോ പെർഫോമൻസ് എന്തായാലും നമുക്ക് എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ്. സോ പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ പ്രൊസസ്സറിനെ പറ്റിയിട്ടാണ് പറയേണ്ടത്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചറായിട്ട് പറയുന്നതും. ഈ സെഗ്മെൻറ്റിലെ, അതായത് ഈ പ്രൈസ് സെഗ്മെൻറ്റിലെ ഏറ്റവും നല്ല പ്രൊസസ്സറാണ് അവർ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് ഡിമെൻസിറ്റിൻ്റെ MediaTek Dimensity 7200 എന്ന് പറഞ്ഞുള്ള ഒരു ചിപ്സെറ്റാണ്, വിച്ച് ഈസ് എ ഗ്രേറ്റ് പ്രൊസസ്സർ കൺസിഡറിങ് ദ പ്രൈസ് സെഗ്മെൻറ്റ്. കാരണം ഇതിനകത്ത് 7 lakhന് പുറത്ത് നമുക്ക് AnTuTu സ്കോർ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഗെയിം കളിക്കാം. ഇപ്പോൾ BGMI ഒക്കെ ആണെങ്കിൽ നമുക്ക് 60 FPS നമുക്ക് കളിക്കാൻ പറ്റും. 90 FPS കിട്ടുന്നില്ല, കാരണം ഐക്യൂൻ്റെയും വിവോൻ്റെയും ഒക്കെ പല സ്മാർട്ട് ഫോണിൽ നമുക്ക് 90 FPS BGMI കളിക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ സ്മാർട്ട് ഫോണിൽ എന്തുകൊണ്ടോ 60 FPS ആണ് നിലവിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്ഡേറ്റ് കൊണ്ടൊക്കെ 90 FPS അവർ കൊണ്ടുവരാറുള്ളതാണ്, പക്ഷേ എത്രത്തോളം പോസിബിൾ ആവുന്നുള്ളത് അറിയില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും BGMI 60 FPS നമുക്ക് കിട്ടുന്നുള്ളൂ. കോൾ ഓഫ് ഡ്യൂട്ടി നമുക്ക് 60 FPS കളിക്കാൻ പറ്റും, ഈ ഫുട്ബോൾ നമുക്ക് 60 FPS കളിക്കാൻ പറ്റും, വിച്ച് ഈസ് എ ഗ്രേറ്റ് തിങ്. പിന്നെയുള്ള ജെൻഷൻ ഇമ്പാക്റ്റ് പോലെയുള്ള ഗെയിമൊന്നും ആരും ഒരു 20,000, 15,000, 17,000 രൂപയുടെ ഫോണിലൊന്നും കളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിനകത്ത് അത് ആ ഗെയിം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ബാരലി നമുക്കൊരു 35-40 FPS ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഫോൺ നല്ല ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഹെവി ലോഡഡ് ആയിട്ടുള്ള ഗെയിംസൊക്കെ ഇതിനകത്തോട്ട് ലോഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം ടെമ്പറേച്ചർ കൂടാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ പ്രൊസസ്സറിന് ശേഷം നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ റാം ടൈപ്പും സ്റ്റോറേജ് ടൈപ്പുമാണ്. നമുക്ക് 8 GB റാം വരുന്നുണ്ട്. കാരണം 8 GB ഒറ്റ വേരിയൻ്റ് ഉള്ളൂ, 12 GB 16 GB ഒന്നുമില്ല, 8 GB ഒറ്റ വേരിയൻറ്റ്. അതിൻ്റെ വേരിയൻറ്റ് വരുന്നത് LPDDR4X ആണ്. LPDDR5 ആണ് ലേറ്റസ്റ്റ്, പക്ഷേ LPDDR4X റാമാണ് നമുക്ക് കിട്ടുന്നത്, കുഴപ്പമില്ല. അതുപോലെ തന്നെ സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് UFS 2.2 ആണ്, വിച്ച് ഈസ് നോട്ട് ദ ലേറ്റസ്റ്റ്. കാരണം അവർക്ക് കോസ്റ്റ് കട്ട് ചെയ്യണമല്ലോ. എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം 7 lakhന് മുകളിലൊക്കെ AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. സോ വിച്ച് ഈസ് എ ഗ്രേറ്റ് തിങ്. അപ്പോൾ പെർഫോമൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഗെയിം സ്ട്രീം ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷേ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഈ ഫുട്ബോൾ ആണെങ്കിലും BGMI ആണെങ്കിലും അത്തരത്തിലുള്ള ഗെയിംസൊക്കെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് നേരം നമുക്ക് ഗെയിം കളിക്കാനൊക്കെ പറ്റും 60 FPS തന്നെ. പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു യൂട്യൂബിൽ നമുക്ക് ഇങ്ങനെ സ്ട്രീം ചെയ്യാനൊന്നും പറ്റില്ല കുറേ നേരം ഇരുന്നിട്ട്. ഇവർ പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഗെയിമിങ്ങിന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 5.9 hours അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ എന്നാലും ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നമുക്ക് അത്യാവശ്യം ഗെയിം ചെയ്യാം, ഒരു 1 hour 1.5 hour ഒക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിരുന്നിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഗെയിം ചെയ്യാൻ പറ്റും. പക്ഷേ സ്ട്രീം ചെയ്യാനൊന്നും നടക്കില്ല. സോ അടുത്തതിനെ പറ്റി പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിൻ്റെ ക്യാമറയെ പറ്റിയിട്ടാണ്. ക്യാമറയെ പറ്റി പറയുമ്പോൾ 2 ക്യാമറയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. വലിയ വെടിയും പോകുന്നില്ല, പക്ഷേ ഇതിൻ്റെ മെയിൻ സെൻസർ അത്യാവശ്യം നല്ല സെൻസറാണ്. കാരണം സോണി IMXൻ്റെ 882 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻസറാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. 50 MP ഒരു ക്യാമറ മെയിൻ സെൻസർ, വിച്ച് ഈസ് എ ഗുഡ് തിങ് കൺസിഡറിങ് ദ പ്രൈസ് സെഗ്മെൻറ്റ്. അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് നമുക്ക് ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പിന്നെ വരുന്നൊരു ക്യാമറ, അതൊരു 2 MP ഡെപ്ത് സെൻസറാണ്. വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് പോർട്രേറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം ബ്ലറായി കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു 2 MP ഡെപ്ത് സെൻസർ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് ഒരു ഡിമെറിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഇതിനകത്ത് ഈ പറയുന്ന വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. വൈഡ് ആംഗിൾ ക്യാമറയും കൂടെ ശരിക്കും പറഞ്ഞാൽ ഉൾപ്പെടുത്തണമായിരുന്നു. വൈഡ് ആംഗിൾ ക്യാമറ ഇതിനകത്തില്ല. പിന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. നമുക്ക് റയർ ക്യാമറ വെച്ചിട്ട് 4K വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാം വിത്ത് സ്റ്റെബിലൈസേഷൻ ഓൺ. അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് കിട്ടും. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 MP ക്യാമറയാണ് വരുന്നത്. നമുക്ക് 4K വീഡിയോ കേപ്പബിലിറ്റി ഒന്നുമില്ല ആ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട്. നമുക്ക് 1080p നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാവുന്നുള്ളൂ, വിച്ച് ഇസ് എ ആവറേജ്. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം 17,000-18,000 രൂപയെ ഈ ഒരു സ്മാർട്ട് ഫോണിന് വരുന്നുള്ളൂ. സോ അത്തരത്തിലുള്ളൊരു സ്മാർട്ട് ഫോണിൽ നമ്മൾ അധികം കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. പക്ഷേ എന്നാലും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ വൈഡ് ആംഗിൾ ക്യാമറ ഉൾപ്പെടുത്തിയിട്ടില്ല, ഒരു കാര്യം ശ്രദ്ധിക്കണം. സോ അത്രയൊക്കെയാണ് മെയിനായിട്ട് ഇതിനെപ്പറ്റി പറയാനുള്ളത്. സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഡിസൈനെ പറ്റി പറഞ്ഞു, പെർഫോമൻസിനെ പറ്റി പറഞ്ഞു, ബാറ്ററിനെ പറ്റി പറഞ്ഞു, ക്യാമറയെ പറ്റി പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുമ്പോൾ നോക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 8GB 128GB സ്മാർട്ട് ഫോണിന് 18,000 rupees. അതുപോലെ തന്നെ 8GB 256GB വേരിയൻറ്റിന് 20,000 rupees ആണ് വരുന്നത്. അത്യാവശ്യം നല്ല പ്രൈസിങ് ആണ്, കാരണം അത്യാവശ്യം നല്ല പ്രൊസസ്സർ വെച്ച് വരുന്നൊരു ഫോണാണ്. ഡീസൻ്റ് ആയിട്ടൊരു ക്യാമറ സെറ്റപ്പ് ഉണ്ട്. പിന്നെ IP54 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ട്. 44 watt ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 17,000, 18,000 അതുപോലെ 20,000 എന്നൊക്കെ പറയുന്ന ഒരു നല്ലൊരു പ്രൈസിങ് ആണ്
ഇത്രയും ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട്. ക്യാമറേനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ, ഇതിനകത്തൊരു മോഡ് വരുന്നുണ്ട്, നമുക്ക് ചന്ദ്രനെയൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു മോഡ് വരുന്നുണ്ട്. അത് നമ്മുടെ സാംസങ് S24 പോലെ 100x സൂം ചെയ്തിട്ട് ചന്ദ്രൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്ന പരിപാടിയല്ല. നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ചന്ദ്രനെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ് ഇവർ പറയുന്നത്. ബട്ട് സ്റ്റിൽ മേ ബി അത് AI പ്രോസസ്സിങ് ആയിരിക്കാനാണ് സാധ്യത. നമുക്കറിയില്ല, അത് ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു മോഡ് അവർ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ IP54 സർട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. പിന്നെ ബ്ലൂടൂത്ത് 5.3 Wi-Fi 6 ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഒന്നും ലേറ്റസ്റ്റ് അല്ല, പക്ഷേ എന്നാലും ഇറ്റ് ഇസ് സ്റ്റിൽ ദർ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെറ്റപ്പാണ്. സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് iQOO Z9 പറ്റി പറയാനുള്ളത്. പിന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിനകത്ത് ഇത്രയും നല്ലൊരു സ്മാർട്ട് ഫോൺ വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വേറെ ഉള്ളത് ലാവേൻ്റെ ഒരു ബ്ലേസ് കർവ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആരാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ലാവയൊക്കെ മേടിക്കുന്നത്? അതിനൊരു റെപ്യൂട്ടേഷനൊക്കെ വളരെ കുറവാണ് ലാവ എന്ന് പറഞ്ഞിട്ടുള്ള സ്മാർട്ട് ഫോണിൻ്റെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു സ്മാർട്ട് ഫോൺ ഉള്ളത് നമ്മുടെ OnePlusൻ്റെ Note CE3 Lite എന്ന് പറഞ്ഞിട്ടൊരു സ്മാർട്ട് ഫോണാണ്. പക്ഷേ അത് കുറച്ച് പഴയ സ്മാർട്ട് ഫോണാണ്. കാരണം OnePlus Note CE4 വരാൻ കിടക്കുക. അതുപോലെ തന്നെ ഇനി നമുക്ക് പോക്കോൻ്റെ X6 Neo എന്ന് പറഞ്ഞിട്ടൊരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ റിയൽമീൻ്റെ Narzo 70 Pro എന്ന് പറഞ്ഞിട്ടൊരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷേ ഈ റിയൽമീൻ്റെ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കി 20,000 പ്രൈസിൻ്റെ മുകളിൽ വരാനായിരിക്കും സാധ്യത. സോ ഇത് 20,000 അതിൻ്റെ ബിലോ പ്രൈസ് സെഗ്മെൻറ്റിലാണ് വരുന്നത്, വിച്ച് ഈസ് എ ഗ്രേറ്റ് തിങ്. സോ അത്രയൊക്കെയാണ് നമുക്ക് iQOO Z9 പറ്റി പറയാനുള്ളത്. സോ ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ യാ, ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. Till then, bye. Thanks.